എല്ലാവരും സുഖമായിരിക്കുന്നേ? മഴ വന്നുകൊണ്ട് ചെറിയൊരു ചൂടിൽ നിന്നൊരു ആശ്വാസം, ചെടിയും കൃഷി ഇഷ്ടമുള്ളവർക്ക് ഒരു സന്തോഷം. പെയിൻ്റ് അടിക്കുന്നവർക്ക് മെനക്കേട് പല രീതിയിലാണല്ലോ. സ്തോത്രം. എപ്പോഴും മഴയുള്ള അന്തരീക്ഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കണോ അതോ എപ്പോഴും സൂര്യപ്രകാശമായിരിക്കണോ? എന്നാലും വേറൊരു കാര്യം ചോദിച്ചോട്ടെ. ഒരിക്കലും പ്രശ്നമില്ലാത്ത, ഒരിക്കലും പ്രയാസമില്ലാത്ത, ഒരിക്കലും ദുഃഖമില്ലാത്ത, ഒരിക്കലും വേദനയില്ലാത്ത ഒരു ജീവിതം ചിന്തിച്ചിട്ടുണ്ടോ? ആഗ്രഹിച്ചിട്ടുണ്ടോ? എല്ലാ പ്രശ്നങ്ങളും മാറി അടുത്ത പാർട്ടിക്കാരുടെ പ്രോമിസ് അല്ല, നല്ല യഥാർത്ഥമായിട്ട് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? കർത്താവ്, ഇത് ഒന്ന് മാറി കിട്ടിയായിരുന്നെങ്കിൽ. എന്നാലും നമുക്കറിയാം, ഇത് മാറി കിട്ടുമ്പോഴത്തേക്ക് അടുത്ത് വരുന്നുണ്ടെന്നും അറിയാം. ഈ ഒരു ബുദ്ധിമുട്ട് മാറി കിട്ടുമ്പോഴത്തേക്ക് അടുത്തൊരു ബുദ്ധിമുട്ട് ഈ അസംബ്ലി ലൈൻ പോലെ ഇങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് നമുക്കറിയാം. എന്നാലും ആ അസംബ്ലി ലൈനെ ഒന്ന് എടുത്ത് മാറ്റിയായിരുന്നെങ്കിലോ? നമ്മൾ ചില ആഴ്ചകളായിട്ട് ഒരു സീരീസ് ഓഫ് മെസ്സേജസ് അന്ത്യകാലങ്ങളെക്കുറിച്ചുള്ളത് കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ന്യൂ ഹെവൻ ആൻഡ് ന്യൂ എർത്ത്. ആക്ച്വലി ഹെവൻ എന്നുള്ള വാക്ക് ഇംഗ്ലീഷ് വരുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. പുതിയ സ്വർഗമല്ല. ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ, ഇംഗ്ലീഷ് പറഞ്ഞത് ദ ഹെവൻസ് എന്ന് പറയും, ആകാശം. അപ്പം മലയാളത്തിൽ ആകാശം എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചേക്കുന്നത്. ഇംഗ്ലീഷ് വരുമ്പോൾ ഹെവൻസ് എന്ന് പറയുന്നു. ആക്ച്വലി അത് ബൈബിളിൽ ഇങ്ങനെ വാക്കുള്ളതുകൊണ്ട് അങ്ങ് എഴുതിയതാണ്, അല്ലെങ്കിൽ യഥാർത്ഥമായിട്ട് എഴുതിൻ്റെ പുതിയ ന്യൂ സ്കൈ ആൻഡ് ന്യൂ എർത്ത് എന്നാണ് പറയേണ്ടത്. സ്തോത്രം. പുതിയ ആകാശവും പുതിയ ഭൂമിയും. അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗാഡ്, ദൈവരാജ്യം സ്ഥാപിക്കപ്പെടുന്നതും എഴുതിയിട്ടുണ്ട്. സ്തോത്രം. നമുക്കൊരു വാക്യം വായിക്കാം. താങ്ക് യു. വെളിപ്പാട് പുസ്തകം 21 അധ്യായം അതിൻ്റെ 4ഉം 5ഉം വാക്യം. വെളിപ്പാട് പുസ്തകം 21 അധ്യായം അതിൻ്റെ 4ഉം 5ഉം വാക്യങ്ങളാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഓർത്തോണേ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര പേര് ചിന്തിച്ചിട്ടുണ്ട്, ഈ അവസ്ഥയൊന്ന് മാറിക്കിട്ടിയായിരുന്നെങ്കിൽ. വായിച്ചോ പ്ലീസ്. അവൻ അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്നും അവൻ കൽപ്പിച്ചു. ഓക്കെ, വിശ്വാസയോഗ്യവും സത്യവും. എത്ര പ്രാവശ്യം നമ്മൾ വണ്ടിയെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ചിലപ്പം ബൈക്കിലായിരിക്കും, സ്കൂട്ടറിലായിരിക്കും, കാറിലായിരിക്കും, ബസ്സിലായിരിക്കും, ഈ പബ്ലിക് സ്പീക്കറിൽ കൂടെ ഓരോ പാർട്ടി പ്രവർത്തകർ അവരുടെ പ്രോമിസ് കേട്ടുണ്ടല്ലോ. ഞാൻ പറയേണ്ട ആവശ്യമില്ല അല്ലേ? അഴിമതി മാറും, ഇത് മാറും, ഇത് മാറും, അല്ലെങ്കിൽ വികസനം വരുന്നു, ഇത് വരുന്നു, അത് വരുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ എത്ര പ്രാവശ്യം നമ്മളത് കേട്ട് നമ്മുടെ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ട്, ആ ശരിയാ, ഇത് നടക്കുന്ന കാര്യമാണ്. നമ്മൾ എത്ര പേര് ചിന്തിച്ചിട്ടുണ്ട്? നമ്മുടെ മനസ്സിൽ ചിന്തിക്കും, ഇത്ര നാൾ നടന്നിട്ടില്ല, ഇത് ഒരിക്കലും നടക്കാനും പോകുന്നില്ല, ചിന്തിക്കും.
കണ്ണുനീരെല്ലാം ദൈവം തുടയ്ക്കും. ഒരു പ്രാവശ്യമല്ല, നമ്മൾ കണ്ണുനീര് തുടച്ചിട്ടുണ്ടല്ലോ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കണ്ണുനീര് തുടച്ചിട്ടുണ്ട് അല്ലേ? ഈ തുടയ്ക്കുക എന്ന് പറയുന്ന വ്യത്യാസമുണ്ട്. പൂർണ്ണമായിട്ടും എന്നേക്കും. എൻ്റെ കയ്യിൽ കണ്ണീര് തുടയ്ക്കാൻ വേണ്ടി ഇരിപ്പുണ്ട്. എന്നാലും ഇതൊരു ടെമ്പററിയാണ്, പെർമനൻ്റ് അല്ല. എന്നാലും ദൈവം ചെയ്യുമ്പോൾ അത് പെർമനൻ്റായിട്ട് ചെയ്യുമെന്ന് പറയുന്നു. അവസ്ഥയ്ക്കൊരു മാറ്റം വരുത്തുമെന്ന് പറയുന്നത് പെർമനൻ്റായിട്ട്. 17 വർഷം നടുവേനയായിട്ട് ഭയങ്കരമായിട്ട് ഭാരപ്പെട്ട് ദൈവം എന്നെ സൗഖ്യമാക്കി. എന്നാൽ ഇടയ്ക്കിടയ്ക്കൊരു റിമൈൻഡറുണ്ട്. എൻ്റെ ശരീരം ഞാൻ സൂക്ഷിക്കാതിരിക്കുമ്പോൾ, സ്ട്രെസ്സും ടെൻഷനും കയറുമ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ നടുവിൽ നിന്നൊരു എന്നോടൊരു റിമൈൻഡർ തരും. അതുകൊണ്ട് മറക്കല്ലേ, ദൈവം പിടിച്ച ചെറിയൊരു റിമൈൻഡറുണ്ട്. സ്തോത്രം. പണ്ട് വീട്ടിൽ നിന്ന് മണക്കാലം വരെ വണ്ടി ഓടിച്ച് പോകുമ്പോഴത്തേക്ക് നടുവിന് പ്രയാസമായിരുന്നു. ഇപ്പം മണിക്കൂറിൽ ഓടിച്ചാലും ഒരു പ്രയാസമില്ലാതെ, ഒരു കുഴപ്പമില്ല. സ്തോത്രം. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഒരു റിമൈൻഡർ വരുന്നുണ്ട്. ഇവിടുന്ന് ചെറിയൊരു റിമൈൻഡർ വരുന്നുണ്ട്. വേദന മാറിയോ? തീർച്ചയായിട്ടും മാറി. സൗഖ്യമായോ? സൗഖ്യമായി. എന്നാലും ഒരു കാലം വരുന്നു, ഒരു സമയം വരുന്നു, അത് സൗഖ്യമാണ്, പൂർണ്ണ സൗഖ്യം. സ്തോത്രം. ദൈവത്തിൻ്റെ ഒരു പ്രോമിസാണ്. ദൈവം നമുക്കൊരു പ്രോമിസാണ്. അത് ഈ വാക്യത്തിൽ എഴുതിയേക്കുന്നത് വിശ്വാസയോഗ്യവും സത്യവും. അത് നമ്മൾ വായിക്കുമ്പോൾ കാണട്ടെ, നടക്കും അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. കാരണം ദൈവത്തിൻ്റെ ഒരു പ്രോമിസ് ആയതുകൊണ്ട് അങ്ങനെ തന്നെ നടക്കും, നമുക്ക് ഉറപ്പുണ്ട്. ഇന്ന് 4 കാര്യങ്ങൾ പറയാൻ താല്പര്യപ്പെടുന്നുണ്ട്. 4 കാര്യങ്ങൾ. നോട്ട് എഴുതുന്നവർ പെട്ടെന്ന് എഴുതിക്കോ. 4 കാര്യങ്ങൾ. ഇത് വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ 21-ാം അധ്യായത്തിൽ തന്നെ എടുക്കുക. 4 ഒത്തിരിയും ബൈബിളിൽ നിന്ന് ഒത്തിരി വാക്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാത്തിലോട്ട് ഞാൻ കടക്കാൻ താല്പര്യപ്പെടുന്നത് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കിട്ടത്തില്ല. എന്നാലും ഞാനൊരു ടൈമറും വെച്ചിട്ടുണ്ട്. ആ ടൈമിനുള്ളിൽ ഞാൻ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു. 4 കാര്യങ്ങൾ. 1, എ ന്യൂ ഡ്വെല്ലിംഗ് പ്ലേസ്. പുതിയ ഒരു വാസസ്ഥലം, ന്യൂ ഡ്വെല്ലിംഗ് പ്ലേസ്. 2, ന്യൂ പെർമനൻറ്റ് റിലേഷൻഷിപ്പ്. ഒരു പുതിയ സ്ഥിരമായ ബന്ധം ദൈവമായിട്ട്. 3, എ ന്യൂ ലൈഫ് സെറ്റിംഗ്. പുതിയ ഒരു ജീവിതത്തിൻ്റെ സാഹചര്യം, പുതിയ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സിറ്റുവേഷൻ. 4, എ ന്യൂ ഇൻഹെറിറ്റൻസ്. ഒരു പുതിയ അവകാശം. സ്തോത്രം. റെഡിയാണോ? 1, നമ്പർ 1, എ ന്യൂ ഡ്വെല്ലിംഗ് പ്ലേസ്. വെളിപ്പാട് പുസ്തകം 21-ന്റെ 1-ാം വാക്യം നമുക്കിനിയും ഒന്ന് കേൾക്കാം. ഒന്നുകൂടെ പ്ലീസ്. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. 1-ാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം. മതി. അപ്പം പുതിയ ആകാശവും പുതിയ ഭൂമിയും. അതിൻ്റെ പ്രശ്നം എന്തുവാ? ഈ ആകാശവും ഭൂമിക്കും എന്തോ പ്രശ്നം? എന്തുകൊണ്ട് ഇത് പുതുക്കപ്പെടുന്നു? എന്തുകൊണ്ട് ഇത് മാറി, പഴയത് മാറി പുതിയത് വരുന്നു? ആദ്യമുണ്ടായിരുന്ന, ഇപ്പം നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയും ആകാശവും മാറിപ്പോകുന്നു. ദൈവം പറഞ്ഞ് പുതിയത് തരുന്നു. 6-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, സമുദ്രം ഇല്ല. സമുദ്രം ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും, അപ്പോൾ നമുക്ക് കൂടുതൽ ഭൂമി കിട്ടും അല്ലേ? ഇത്ര സമുദ്രം, എത്ര ഒരു ഭൂമിയുടെ 3/4 അല്ലേ? 4/3 അങ്ങനല്ലേ? 3/4 സമുദ്രമാണ്. ഇത്രയും വെള്ളം ഊറ്റിയെടുത്ത് മാറ്റാൻ പറ്റുന്നെങ്കിൽ ഇത്രയും കൂടുതൽ ഭൂമി കിട്ടും. പിന്നെ അതും വേറെ പ്രശ്നമാണ് അല്ലേ? ഈ ലാൻഡിൻ്റെ പ്രൈസ് താഴ്ത്ത് ഇടിയുകയും ചെയ്യും. അത് വലിയ പ്രശ്നമായിത്തരും. പിന്നെ വെള്ളത്തിന് അറിയണോ, എല്ലാം ടാപ്പ് ഫിറ്റ് ചെയ്യാൻ നോക്കുമായിരിക്കും, വേറെ വഴി കണ്ടുപിടിക്കണം. അതല്ല കേട്ടോ, അതല്ല ഇതിൻ്റെ അർത്ഥം. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഈ പണ്ടത്തെ കാലത്തെ അല്ലെങ്കിൽ ഏൻഷ്യൻറ്റ് നിയർ ഈസ്റ്റേൺ, ഏൻഷ്യൻറ്റ് ഈസ്റ്റേൺ ആയിട്ടുള്ള അവരുടെ ഫിലോസോഫിക്കലായിട്ടുള്ള ചിന്താഗതിയിൽ, എബ്രായ
കാലങ്ങളിലെ ചിന്താഗതി, അന്നത്തെ പല രാജ്യങ്ങളിലെ ചിന്താഗതി, സീ എന്ന് പറയുമ്പോൾ, സമുദ്രം എന്ന് പറയുന്നത് അത് കാണിക്കുന്നത് കെയോസ്, പ്രശ്നങ്ങൾ, അസ്ഥിരത, എല്ലാം കൂടെ ഇളകി മറിഞ്ഞ് ഒരു നോർമൽസി ഇല്ലാതെ, ഒരു സ്ഥിരതയില്ലാത്തൊരവസ്ഥയാണ്. അത് ദൈവം പറയുന്നത് there will be no more sea എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള അസ്ഥിരതയും പ്രശ്നവും അല്ലെങ്കിൽ ഈ കലഹവും ഇതെല്ലാം മാറിക്കിട്ടുന്ന അവസ്ഥയെക്കുറിച്ചാണ് നോ മോർ സീ എന്ന് പറയുന്നത്. സമുദ്രം മാറിക്കിട്ടുമെന്നല്ല, നമുക്ക് കൂടുതൽ ഭൂമി കിട്ടുമെന്നല്ല, അതല്ല. ഇതാ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, അന്നത്തെ കാലത്ത് അതെഴുതിയ സമയത്ത് അവരിത് വായിക്കുമ്പോൾ അവർ മനസ്സിലാക്കിയത് അതായിരുന്നു. ഓഷ്യൻ, വെള്ളം മാറിക്കിട്ടുമെന്നല്ല, വെള്ളമില്ലാതെ നമുക്ക് ജീവിക്കാൻ ഒക്കത്തില്ലല്ലോ. പിന്നെ ഈ ഭൂമിയുടെ പ്രശ്നം എന്തുവാ? എന്തിനാ പുതിയ ഒരു സൃഷ്ടി? എന്തിനാ പുതിയ ആകാശവും ഭൂമിയും? കഴിഞ്ഞ ആഴ്ച, അതിന് മുമ്പത്തെ ആഴ്ചയായിരുന്നല്ലോ ഞാൻ ആ വചനം ഷെയർ ചെയ്തപ്പം പറഞ്ഞായിരുന്നല്ലോ, റോമർ 8:20-23 വാക്യങ്ങൾ. റോമർ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 20-23 ആ വാക്യങ്ങളൊക്കെ. 20-ാം വാക്യത്തിൽ തന്നെ പറഞ്ഞിട്ട്, സൃഷ്ടി ദ്രവ്യത്വത്തിൻ്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും എടുത്തായിരുന്നു. ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. ഓക്കെ, അതിൻ്റെ ആരംഭം എങ്ങനെ? സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. അവൻ ദൈവം ആദാമിനെ ഹവ്വായെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലാക്കി. ദൈവം അവരുമായിട്ടൊരു പേഴ്സണലായിട്ടുള്ള ദൃഢമായിട്ടുള്ള ബന്ധം ആഗ്രഹിച്ചു. നമുക്ക് ആ കഥ അറിയാമല്ലോ. വളരെ ക്ലിയറായിട്ട് പാപം മുഖാന്തരം എന്ത് ചെയ്തു? അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായി, ഒരു വിടവുണ്ടായി, ഒരു വിടവുണ്ടായി അല്ലേ? അത് മുഖാന്തരം വലിയ വേറെ പ്രശ്നം ഉണ്ടായി. ഭൂമി മുഴുവനും അവർ ശാപത്തിൻ്റെ കീഴിലായിത്തീർന്നു. സ്തോത്രം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ അനുഭവിക്കുന്ന കാര്യങ്ങൾ എല്ലാത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പം പറയും, ഈ ഒരു വ്യക്തി അല്ല, ആ ഒരു വ്യക്തിക്ക് ഒരു പ്രാധാന്യമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തിന് ഒരു പ്രാധാന്യമുണ്ടായിരുന്നു. സ്തോത്രം. ആ കുടുംബം ചെയ്തതിൻ്റെ ഫലം ഇന്ന് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ച് ഞാൻ ഒരു ചെറിയൊരു കാര്യം ഒന്ന് എടുത്ത് പറഞ്ഞോട്ടെ. അപ്പം ഞാൻ ചെയ്യുന്നത് മുഖാന്തരം ഞങ്ങളുടെ തലമുറകളും അത് അനുഭവിക്കും. അപ്പം അതിനെക്കുറിച്ചൊരു കാര്യമുണ്ട്. ഇതൊരു ക്ലാരിറ്റി വേണം ഇതിനെക്കുറിച്ച്, തെറ്റിദ്ധരിക്കാതിരിക്കാൻ. കാരണം പലരും നമ്മുടെ പിതാക്കന്മാരുടെ കാര്യം നമുക്കറിയത്തില്ല. അവർ ചെയ്ത തെറ്റ്, അവർ ചെയ്ത കാരണം മുഖാന്തരം നമ്മൾ ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമായിരിക്കും. എന്നാലും അതിൻ്റെ ഗിൽറ്റ് നമ്മുടെ മേലില്ല. അത് രണ്ടും ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യണേ. അതിൻ്റെ കുറ്റം, അതിൻ്റെ ഗിൽറ്റ് നമ്മുടെ മേലില്ല. അവരെടുത്ത തീരുമാനങ്ങളുടെ പ്രശ്നങ്ങളും അതിൻ്റെ നെഗറ്റിവിറ്റി, അതിൻ്റെ ഇഫക്ട്സ് ഞാനും അനുഭവിക്കും, തലമുറകളും അനുഭവിക്കും. അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ, എൻ്റെ തെറ്റ്, എൻ്റെ പാപങ്ങൾ, അത് മുഖാന്തരം തലമുറകളും അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള ഇഫക്റ്റ് അനുഭവിക്കും. എന്നാലും വചനത്തിൽ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഗിൽറ്റ് അവരുടെ മേലില്ല. അതിൻ്റെ ഗിൽറ്റ് ഞാൻ തന്നെ വഹിച്ചേ പറ്റൂ. സ്തോത്രം. അതിൻ്റെ കുറ്റം ഞാൻ തന്നെ വഹിച്ചു. എന്നാൽ അതിൻ്റെ എഫക്റ്റ് തലമുറകളാൽ കടന്നു പോകാൻ ഒക്കും. അതുകൊണ്ട് എൻ്റെ ജീവിതവും ഞങ്ങളുടെ ജീവിതവും സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യം. കാരണം ഞങ്ങളെ മാത്രം ബാധിക്കുന്നതല്ല, വരും തലമുറകൾ. അപ്പം ഈ ക്രിയേഷൻ മുഴുവനും ഒരു വാക്കുണ്ട് ഇംഗ്ലീഷിൽ, ഗ്രോണിങ് അല്ലേ? ഇതെല്ലാം നടക്കുന്ന മുഖാന്തരം കാണിക്കുന്നത് ഈ ക്രിയേഷനും ആ ശാപം അതിന്മേൽ വന്നിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ ആദ്യത്തെ കാര്യം പറഞ്ഞു തരുന്നത് ഒരു ന്യൂ ഡ്വെല്ലിംഗ് പ്ലേസ്. നമുക്ക് ആ ഔട്ട്ലൈനിലോട്ട് പറയാം. ആ ന്യൂ ഡ്വെല്ലിംഗ് പ്ലേസ്, ഒരു പുതിയ വാസസ്ഥലം നമുക്ക് ദൈവം ഒരുക്കുക. രണ്ടാമത്, എ ന്യൂ പെർമനൻറ്റ് റിലേഷൻഷിപ്പ്. ഇനിയും വെളിപ്പാട് 21-ാം അധ്യായം അതിൻ്റെ 2-3 വാക്യങ്ങളും നോക്കാമോ? ഇത് മനോഹരമായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. ഇന്ന് രാവിലെ ഞാനിത് വായിച്ചു. കുറേ നേരം ഞാനിത് എൻജോയ് ചെയ്യുമായിരുന്നു. ആ ഒരു കോൺസെപ്റ്റ്, ആ ഒരു ചിന്ത തന്നെ വായിച്ചു. 2 and 3.
പ്ലീസ്. ഒന്നുകൂടെ ഒന്ന് നോക്കില്ലേ, ഒന്നുകൂടെ. ആ സ്വിച്ച് കിട്ടുന്നില്ലല്ലോ. സ്വിച്ച് ഓണാ. യാ. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്നും ദൈവസന്നിധിയിൽ നിന്നും തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവൻ അവൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. പുതിയ ആകാശവും ഭൂമിയും എന്തുകൊണ്ട് വേണം എന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ പുതിയ യെരൂശലേം, യെരൂശലേമിൻ്റെ പ്രശ്നം എന്തുവാ? എന്തിനാ നമുക്ക് പുതിയ യെരൂശലേം? യെരൂശലേമിൻ്റെ പ്രാധാന്യം എന്തുവായിരുന്നു? ഇത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ കാണിക്കുമായിരുന്നു. ദൈവമായിട്ടൊരു ബന്ധം. യെരൂശലേമിൽ ദൈവം ആലയം പണിത് ദൈവം പറഞ്ഞു, ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ എൻ്റെ ജനത്തോടു കൂടെ വസിക്കും. അന്നത്തെ കാലത്ത് ജനങ്ങൾ വളരെ ക്ലിയറായിട്ട് മനസ്സിലാക്കിയൊരു കാര്യം ഇതാണ്, ആ ആലയത്തിൽ ചെന്നാൽ ദൈവസാന്നിധ്യം അനുഭവിക്കും. ആ ആലയത്തിൽ ദൈവസാന്നിധ്യം എപ്പോഴും വസിക്കുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റ്. അപ്പം ജനങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഉറപ്പുണ്ടായിരുന്നു. യഹോവയുടെ പെട്ടകം, ആ പെട്ടകം കാണിക്കുന്നതുവാ ദൈവസാന്നിധ്യം അവിടെ ഉണ്ടെന്ന് കാണിക്കുന്നു. അപ്പം ഈ പെട്ടകം അവർ കൊണ്ടുപോകും, യുദ്ധത്തിന് കൊണ്ടുപോകും. എന്തുകൊണ്ടാണ്? യഹോവയുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ വേറെ ഒന്നും വിഷമിക്കണ്ട. യഹോവയുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ യുദ്ധത്തിൽ ഞങ്ങൾ തോൽവിയല്ല, ജയം തന്നെ ആയിരിക്കും എന്നുള്ളൊരു ഉറപ്പുണ്ട്. യഹോവയുടെ സാന്നിധ്യം അവരാഗ്രഹിക്കുന്നുണ്ട്. അപ്പം യെരൂശലേമിൻ്റെ പ്രത്യേകത എന്തുവാ? ഇസ്രായേൽ മക്കളുടെ മനസ്സിൽ അവരുടെ ധൈര്യം, അവരുടെ ഉറപ്പ് എല്ലാം, ഞങ്ങളുടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ട്, ദൈവം ഞങ്ങളുടെ കൂടെ വസിക്കും. അന്നത്തെ കാലത്ത് പല മതങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അവരുടെ ചിന്താഗതി ഇതാണ്, ദൈവത്തിൻ്റെ ഓരോ ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഓരോ സ്ഥലങ്ങളിൽ അവിടെ ദൈവം ഉണ്ട് എന്ന് പറഞ്ഞ് ഓരോരോ, ആ വാക്ക് എനിക്ക് കിട്ടുന്നില്ല, ക്ഷേത്രം എന്നുള്ള വാക്കല്ല, ഇപ്പം നമ്മളിവിടെ കുരിശുമൂടും ഓരോന്നൊക്കെ ഉണ്ടല്ലോ അവിടെ ഇവിടെയും. അതേ രീതിയിൽ അന്നത്തെ കാലത്ത് ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ജനങ്ങൾ അവിടെ പോയി പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ നടന്നു പോകുന്ന വഴിയെ പ്രാർത്ഥിക്കാൻ വേണ്ടി അവസരം എടുക്കും. എന്നാൽ ഇസ്രായേൽ മക്കളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അവർ വിശ്വസിച്ചിരുന്നത് ഞങ്ങളുടെ യഹോവയായ ദൈവം വസിക്കുന്നത് യെരൂശലേമിൽ. എന്നാലും യെരൂശലേമിൽ മാത്രമല്ല, ആ ദേശം മുഴുവനും യഹോവയുടെ സാന്നിധ്യമുണ്ട് എന്നവർ വിശ്വസിക്കുന്നു. യഹോവയായ ദൈവം അവരുടെ കൂടെ യാത്ര ചെയ്യുന്നു. പെട്ടകം അവർ കൊണ്ടുവന്നതിൻ്റെ കാരണം എന്തുവാ? എവിടെ പെട്ടകമുണ്ടോ യഹോവയുടെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളൊരു ഉറപ്പായിരുന്നു. ഇന്ന് നമ്മൾ പാടിയ ഒരു പാട്ടിനകത്ത് ആ വാക്കുണ്ടായിരുന്നു, ഇമ്മാനുവേൽ. അല്ലേ? ഇമ്മാനുവേലിൻ്റെ അർത്ഥം എന്തുവാ? ഗോഡ് വിത്ത് അസ്. ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ട്. യേശുവിന് കൊടുത്ത പേരല്ലയോ അല്ലേ ഇമ്മാനുവേൽ എന്ന പേര് കൊടുത്തത്? ഇതൊരു ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ വസിക്കുന്നു എന്നുള്ളൊരു തീം വചനത്തിൽ മൊത്തം കാണുന്നുണ്ട്. ആരംഭത്തിൽ ഏദൻ തോട്ടത്തിൽ പ്രത്യേകത എന്തുമായിരുന്നു? യഹോവയുടെ സാന്നിധ്യം അവിടെ ഉണ്ട്. ഇൻ ദി കൂൾ ഓഫ് ദി ഈവനിങ് എന്ന് പറയുന്നത് അല്ലേ, വൈകുന്നേരം ആ കാലത്ത് യഹോവയെ ദൈവം എന്ത് ചെയ്തു? അവിടെ ഇറങ്ങി വന്നു നടക്കാൻ. ആദാമിനെ വിളിച്ചു. ചിലപ്പോൾ യഹോവയെ ദൈവം ഇറങ്ങി വന്ന് ആദാമും ഹവ്വയുടെ കൂടെ ഒരു ഈവനിങ് വാക്കിന് ഇറങ്ങുമായിരിക്കും. അതുപോലെ വളരെ ക്ലോസ് ആയിട്ടുള്ള പേഴ്സണൽ ബന്ധം ആഗ്രഹിച്ച, എന്നാലും പാപം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? പുള്ളി പോയി പാത്തിരിക്കുക. സ്തോത്രം. ആ ബന്ധത്തിനിടയ്ക്കൊരു ഗ്യാപ്പ് വന്നു പോയി. ആ ബന്ധത്തിനിടയ്ക്ക് ഒരു തടസ്സം വന്നതുകൊണ്ട് ഒക്കുന്നില്ല.
ദൈവത്തോട് അടുക്കാൻ ഒക്കുന്നില്ല. ഈ ഒരു ഗ്യാപ്പ് ഉണ്ടായ മുഖാന്തരം. അപ്പം ദൈവം ആരംഭത്തിലെ ആഗ്രഹിച്ചത് എന്തുമായിരുന്നു? യഹോവയെ ദൈവം തൻ്റെ ജനവുമായിട്ട് ഒരുമിച്ചുള്ള ഒരു ജീവിതം, ഒരു തടസ്സമില്ലാതെ, ഒരു ഗ്യാപ്പില്ലാതെ, ഒരു ലിമിറ്റേഷൻ ഇല്ലാത്ത ഒരു ക്ലോസ് ആയിട്ടൊരു ബന്ധം അന്നേ ദൈവം ആഗ്രഹിച്ചു. എന്നാലും അത് നടന്നില്ല, അല്ലേ? പിന്നീട് ആ ടാബർനാക്കിൾ, യഹോവയുടെ പെട്ടകം, ദൈവത്തിൻ്റെ സാന്നിധ്യം അവരെ കാണിക്കാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് ആലയം പണിതു. ആലയത്തിനും അതേ പ്രത്യേകതയായിരുന്നു. യഹോവയുടെ സാന്നിധ്യം അവിടെ ഉണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ വായിക്കുമായിരുന്നു, ശലോമോൻ ആലയം ഡെഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഭയങ്കര ഒരു പ്രാർത്ഥനയാണ്. സ്തോത്രം. എന്നാലും അത് കഴിഞ്ഞിട്ട് ക്രിസ്തു വന്നു. ക്രിസ്തു വന്നപ്പോഴെന്തുവാ? പേരെന്തുവായിരുന്നു? ഇമ്മാനുവേൽ, ഗോഡ് വിത്ത് അസ്. ദൈവം നമ്മോടുകൂടെ വസിക്കുന്നു. ദൈവം അങ്ങോട്ട് ദൂരെയുള്ള ഒരു ദൈവമായിട്ടല്ല, അവിടെ പോയി അവിടെ കയറി ചെന്ന് അല്ല, അങ്ങനല്ല. സ്തോത്രം. അന്നത്തെ കാലത്ത് പല മലകളിൽ, പല കുന്നുകളിൽ ഓരോ ദൈവങ്ങൾ അവിടെ പോകണമായിരുന്നു. ഇസ്രായേൽ മക്കളുടെ ഒരു പ്രത്യേകത, യഹോവയായ ദൈവം, അവരുടെ ദൈവം അവരുടെ കൂടെ വസിക്കുന്നു എന്നുള്ള ഉറപ്പായിരുന്നു. സ്തോത്രം. പിന്നെ ക്രിസ്തു വന്നു കഴിഞ്ഞിട്ട് ക്രിസ്തു പോയി. അപ്പോൾ എന്ത് ചെയ്തു? യേശു എന്ത് ചെയ്തു? യേശു വന്ന്, ഞാൻ പോയിട്ട് പരിശുദ്ധാത്മാവെ നിങ്ങൾക്ക് അയക്കും. സ്തോത്രം. ആ പരിശുദ്ധാത്മാവ് ഇന്നും നമ്മോട് കൂടെ ഉണ്ട്. സ്തോത്രം. യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷയായിട്ട് സ്വീകരിച്ച് ജീവിതം കർത്താവിന് സമർപ്പിച്ച ഏത് വ്യക്തിയുടെ ഉള്ളിലും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുണ്ട്. ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അനുഭവിച്ചിട്ടുണ്ടോ? ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടിയിട്ടുണ്ടോ? അത് പോട്ട്, ചിലപ്പോൾ 10 വർഷം മുമ്പേ, 20 വർഷം മുമ്പേ, 30 വർഷം മുമ്പേ, 40 വർഷം മുമ്പേ അങ്ങനെയൊക്കെ നടന്നു കാണും. അത് പോട്ട്, ഇന്ന് പരിശുദ്ധാത്മാവിനെ ഒന്ന് അനുഭവിക്കാൻ ഒക്കുന്നുണ്ടോ? ഇന്ന് നമ്മൾ പറയുന്നു ഗോഡ് വിത്ത് അസ്, ദൈവം എൻ്റെ കൂടെ എന്ന് പറയുമ്പോൾ ഏതവസ്ഥയിലും എൻ്റെ കൂടെ എന്ന് പറയാൻ ഒക്കുന്നുണ്ടോ? അതാ ദൈവം ആഗ്രഹിക്കുന്നത്. പരിശുദ്ധാത്മാവിൽ കൂടെ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് എവിടെ പോയാലും, ഏതവസ്ഥയിലും, ഏത് തിരസ്കരണം അനുഭവിച്ചാലും, ഏത് പ്രയാസം അനുഭവിച്ചാലും, ഏത് രോഗം അനുഭവിച്ചാലും, ഏത് ബുദ്ധിമുട്ട് അനുഭവിച്ചാലും, ഏത് സ്ട്രഗിൾ ഇത്ര നാളും അനുഭവിച്ചിട്ടില്ലാത്തൊരു സ്ട്രഗിളായിരിക്കാം, എന്നിട്ട് പോലും നമ്മുടെ ഉള്ളിൽ ഉറപ്പ് വേണം, പരിശുദ്ധാത്മാവ് എൻ്റെ കൂടെ ഉണ്ട്. ആ സമയത്ത് നമ്മുടെ മനസ്സിൽ ഒന്നും ചിന്തയില്ലായിരിക്കാം, നമ്മുടെ മനസ്സിൽ നമ്മൾ കിടന്ന് തകരുമായിരിക്കും, എന്നാലും നമുക്കൊരു ഓർമ്മയുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ഉണ്ട്. അതാണ് നമ്മുടെ ധൈര്യം, അതാണ് നമ്മുടെ ഉറപ്പ്. സ്തോത്രം. എല്ലാം സ്വസ്ഥതയായിരിക്കും, എല്ലാം സമാധാനമായിരിക്കും, ബാങ്ക് ബാലൻസ് ഫുള്ളായിരിക്കും. ഇതൊന്നും അല്ല. സ്തോത്രം. യഹോവയായ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഒരു കടയിൽ എൻ്റെ സാധനം മേടിച്ച് UPI സ്കാൻ ചെയ്തിട്ട് ഞാൻ സെൻഡ് ചെയ്യാൻ നോക്കുക. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക, എങ്ങും ചെല്ലുന്നില്ല. ഞാൻ പറഞ്ഞു, ഞാനിത് കാണിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ അക്കൗണ്ട് ഒത്തിരി ഫുള്ളാന്ന് തോന്നുന്നു കേട്ടോ, കയറുന്നില്ല എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, അങ്ങനെയുണ്ടോ? സ്തോത്രം. ദൈവസാന്നിധ്യം എപ്പോഴും നമ്മുടെ കൂടെ, അത് നമ്മുടെ ഉറപ്പ്. പരിശുദ്ധാത്മാ മുഖാന്തരം. സ്തോത്രം. ഇനിയും പുതിയ യെരൂശലേം. സ്തോത്രം. പുതിയ യെരൂശലേമിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാം? ദൈവസ്ഥാനത്ത് ഇന്ന് രാവിലെ നമ്മൾ അനുഭവിച്ചു. ടൈറ്റസ് അനുഭവിച്ചെന്ന് പറഞ്ഞു. ഞാനും അനുഭവിച്ചു കേട്ടോ. 2 പേരുണ്ട്. വേറെ ആരെങ്കിലും ഉണ്ടോ? വേറെ പലരുണ്ട്. അനുഭവിച്ചു. സ്തോത്രം. ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചു. ഇതെല്ലാം നമ്മൾ അനുഭവിച്ചു. എന്നാലും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ അറിയാം? അതിൻ്റെ പ്രത്യേകത കുഴപ്പമൊന്നുമില്ല. നമുക്കുള്ള കുഴപ്പം എന്താ പറയുക? നമ്മളിൽ നിന്ന് ഇതൊക്കെ ലീക്ക് ചെയ്തങ്ങ് പോയിക്കൊണ്ടിരിക്കും. ദൈവസ്ഥാനത്തിന് ലീക്ക് ചെയ്യുമോ? ഇങ്ങനെ ചോർന്നുകൊണ്ടിരിക്കും അല്ലേ? അങ്ങോട്ട് ഇറങ്ങി വണ്ടിയൊക്കെ കയറി അങ്ങോട്ട് തിരിയുമ്പോഴത്തേക്ക് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു, അപ്പോഴത്തേക്ക് ദൈവസ്ഥാനത്തൊക്കെ ഉണ്ടായിരുന്നു, എവിടെ പോയി ആർക്കറിയാം.
സ്തോത്രം. പലപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ, നമ്മുടെ വികാരത്തിൻ്റെ, നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ, പല പല സിറ്റുവേഷൻ മുഖാന്തരം ആ ദൈവസ്ഥാനത്ത് നമ്മൾ അനുഭവിക്കാൻ ഒക്കുന്നില്ല. എന്നാലും അനുഭവിക്കുന്നില്ലെങ്കിലും ഉണ്ടോ? ഉണ്ട്. ആ ഒരു ഉറപ്പാണ് നമ്മുടെ ഉള്ളിൽ വേണ്ടിയത്. സ്തോത്രം. ഞാൻ അനുഭവിക്കും മാത്രം, എനിക്ക് സ്വസ്ഥത തോന്നും, സന്തോഷം ഉള്ളപ്പോൾ മാത്രമെന്നല്ല, എപ്പോഴും പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലുണ്ടെന്നുള്ളൊരു ധൈര്യം നമുക്ക് വേണം. അതാ നമ്മുടെ ഉറപ്പ്. എ ന്യൂ പെർമനൻറ്റ് റിലേഷൻഷിപ്പ്, ഒരു പുതിയ സ്ഥിരമായ ബന്ധം ദൈവമായിട്ട്. അതാ പുതിയ യെരൂശലേം കാണിക്കുന്നത്. സ്തോത്രം. അതാ പുതിയ യെരൂശലേം നമ്മളെ കാണിക്കുന്നത്. ആ യെരൂശലേം പട്ടണം പുതുക്കി അവിടെ പുതിയ ടാറൊക്കെ ചെയ്ത് അങ്ങനൊന്നുമല്ല അത് കാണിക്കുന്നത്. നമുക്ക് ദൈവമായിട്ടുള്ള ബന്ധം എന്നേക്കുമുണ്ടാവും. സ്തോത്രം. അന്ന് അവിടെ മിഡിൽ ഈസ്റ്റിൽ ഫിസിക്കലായിട്ട് ആ യെരൂശലേം എങ്ങനെ ആയിത്തീരുന്നുള്ളൂ, അത് പല പല ഡിസ്കഷൻസും ചർച്ചയും ഒക്കെ ഉണ്ട്. അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. എന്നാൽ ഇതിനകത്ത് പ്രത്യേകത എന്നാണ്, എനിക്കും നമുക്കും ദൈവമായിട്ടുള്ള ബന്ധം ഇനിയും ചോർന്നു പോകുന്നതല്ല, ഇനിയും ലീക്ക് ചെയ്യുന്നതല്ല, ഇനിയും തടസ്സപ്പെടുത്തുന്നതല്ല, എന്നേക്കും അങ്ങനൊരു കാലം വരുന്നു. ദൈവത്തിൻ്റെ പ്ലാനിലുള്ളതാണ്. അന്ത്യകാലത്ത് ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ളൊരു കാര്യമാണ് നമ്മളത്. നമുക്ക് അതിനെക്കുറിച്ച് ഒരുറപ്പ് തീർച്ചയായിട്ടും വേണം. സ്തോത്രം. അതിനകത്തൊരു പ്രത്യേകത ഇതാണ്, ഈ ടാബർനാക്കിൾ ഇത് പറഞ്ഞ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. സ്തോത്രം. ദൈവം അതിനെ എനേബിൾ ചെയ്യുന്ന കേട്ടോ. നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോഴുണ്ടല്ലോ, നല്ലപോലെ ദൈവസാന്നിധ്യം അനുഭവിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മുട്ടുകുത്തണോ, കൈ കൊട്ടണോ, തുള്ളിച്ചാടണോ? ഇത് നമ്മളെ ഡിപ്പെൻഡൻ്റ് അല്ല കേട്ടോ. നമ്മളെ ഡിപ്പെൻഡ് അല്ല. ദൈവസ്ഥാനത്ത് എപ്പോഴേ ഉണ്ട്. ആദ്യത്തെ വ്യക്തി ഈ ഹോളിനകത്ത് കയറി വന്നപ്പോൾ ആ സമയത്തൊട്ട് ദൈവസ്ഥാനത്തുണ്ട്. നമ്മൾ ഓരോരും, ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും ദൈവത്തിൻ്റെ സാന്നിധ്യം അവരുടെ ഉള്ളിൽ ക്യാരി ചെയ്യുന്നവരാണ്. ആരാന്നറിയോ? നിങ്ങളുടെ ഇടത്തോട്ടും വലത്തോട്ടും നോക്കിയാൽ മതി, അവരിൽ ദൈവസാന്നിധ്യം ഉണ്ട്. ആ വ്യക്തി, ആദ്യം ഒരു വ്യക്തി ഇതിനകത്ത് കയറി വന്നപ്പോഴും തൊട്ട് ദൈവസാന്നിധ്യം ഇവിടെ ഉണ്ട്. സ്തോത്രം. നമ്മൾ എവിടെ പോകുന്നുണ്ടോ ദൈവസാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ട്. സ്തോത്രം. മൂന്നാമത്, ഒരു പുതിയ ജീവിതത്തിൻ്റെ സാഹചര്യം, എ ന്യൂ ലൈഫ് സെറ്റിംഗ്. വെളിപ്പാട് പുസ്തകം 21:4-5 ഒന്ന് വാക്യം. 4-5. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്നും അവൻ കൽപ്പിച്ചു. ബാക്കിലൊരു ടിഷ്യൂ ബോക്സ് ഇരിപ്പുണ്ടേ. ആരെങ്കിലും കരയുമ്പോൾ ആ ബോക്സ് വേണേ അങ്ങോട്ട് പിടിച്ചു കൊടുക്കാം. എന്താണ്? ഞാൻ കരയുന്നതിൻ്റെ അടുത്തോട്ട് ചെന്നിട്ട് ടിഷ്യൂ എടുത്തിട്ട് ഞാൻ തുറച്ചു കൊടുക്കാൻ ശരിയാകത്തില്ല. ഇത്ര എനിക്ക് ചെയ്യാം അല്ലേ? അതുകൊണ്ട് ടിഷ്യൂ ബോക്സ് എന്നാ തുറച്ചോ. ചിലപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെയോ കൊച്ചുമക്കളുടെയോ ആണെങ്കിൽ കണ്ണുനീര് തുടച്ചു കൊടുക്കാം. കുഞ്ഞുങ്ങൾ വീഴുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മാതാപിതാക്കളില്ല, വീഴുമ്പോൾ കരയുന്നതിന് മുമ്പേ ഒരു ചെറിയൊരു സംഭവമുണ്ട്. എന്തോന്നറിയാം? ആരെങ്കിലും കണ്ടോ എന്ന് നോക്കും, പിന്നെ കരയുന്നത്. ഒരു ചെറിയൊരു ഗ്യാപ്പുണ്ട് അല്ലേ? ആ ഒരു ഇൻഫർമേഷനോട് കിട്ടിക്കഴിഞ്ഞിട്ടേ കരച്ചിൽ വരത്തുള്ളൂ. ആരെങ്കിലും കണ്ടോ, ആരെങ്കിലും അറിഞ്ഞോ? അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ്. ഞാനൊരു വേദന അനുഭവിക്കുന്നു എന്ന് മാത്രമല്ല, വേദന മാത്രമല്ല ഇഷ്യൂ, ആ വേദന ആരെങ്കിലും അറിഞ്ഞോ, ആരെങ്കിലും കണ്ടോ? Does anyone care? Who cares? ആർക്കെങ്കിലും ഇതൊരു വിഷയമാണോ?
God himself will wipe away every tear. ദൈവം തന്നെ. സ്തോത്രം. കുഞ്ഞുങ്ങളെ കരയുമ്പോൾ വേറെ ആരെങ്കിലും ചെന്ന് ആ കണ്ണീര് തുടച്ചു കൊടുത്താൽ ശരിയാകത്തില്ല. ആ കുഞ്ഞിൻ്റെ അമ്മ വന്ന് കണ്ണീര് തുടച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഇച്ചിരി സ്വസ്ഥമാവും. കണ്ണുനീര് തുടയ്ക്കുന്നതിൻ്റെ കാര്യത്തിലല്ല വിഷയം, ആരാ തുടയ്ക്കുന്നതിന് അതിന് പ്രത്യേകതയുണ്ട്. God himself, ദൈവം തന്നെ നമ്മുടെ കണ്ണുനീര് തുടയ്ക്കുന്ന ഒരു സമയമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ആ ടിഷ്യൂ ബോക്സിനകത്ത് ഇനിയും ടിഷ്യൂ കിടപ്പുണ്ട്, ഇനിയും കരയാനുണ്ട്, ഇനിയും തുടയ്ക്കാനുണ്ട്. കടയിൽ ചെന്നാൽ ഇനി അതോ ഇപ്പോഴും അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ആ സാധനം. ഇനിയും ഒത്തിരി കണ്ണുനീര് തുടയ്ക്കാനുള്ള കാര്യങ്ങളുണ്ട്. എന്നാലും ദൈവം തുടയ്ക്കുമ്പോൾ പെർമനൻ്റായിട്ടാണ്. സ്തോത്രം. അത് നിലനിൽക്കുന്നതാണ്. അതതിൻ്റെ വ്യത്യാസം. അപ്പം നമ്മൾ ചിന്തിക്കും ഇത് ഭാവിയിലെ കാര്യമാണ്, ഇതെന്തെങ്കിലും നടക്കാൻ പോകുന്ന കാര്യമാണ്. ആന്നോ? എന്നാലും ആ ഒരു അറിവ് നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ അനുഭവിക്കുമ്പോൾ നമുക്കൊരു ഉറപ്പ് തരേണ്ടതാണ്. നമ്മളൊരു ആശ്വാസം അനുഭവിക്കുമ്പോഴും നമ്മളൊരു സന്തോഷം അനുഭവിക്കുമ്പോഴും നമ്മൾ ഓർക്കേണ്ടതാണ്, ഇത് താൽക്കാലികമാണ്. ഈ സന്തോഷം താൽക്കാലികമാണ്, ഈ ആശ്വാസം താൽക്കാലികമാണ്, നടുവേന മാറിക്കിട്ടി താൽക്കാലികമാണ്, ഇതെല്ലാം താൽക്കാലികമാണ്. എന്നാലും ഒരു കാലം വരുന്നു, അത് പെർമനൻ്റ് ആയിരിക്കും. അന്ത്യകാലത്തിൻ്റെ അടയാളങ്ങളെക്കുറിച്ച് 1-2 ആഴ്ച മുമ്പ് നമ്മൾ കേട്ടല്ലോ. പല പല അടയാളങ്ങളുണ്ട്. ഏതാ അടയാളം? ഇതെല്ലാം അടയാളമാണ്. ആ അടയാളം കാണിക്കുന്നത് എന്തുവാ? ഒരു അന്ത്യകാലം വരുന്നു, അത് നമ്മളെ കാണിക്കുന്നു. അതേപോലെ നമ്മുടെ ദുഃഖവും വേദനയും പ്രയാസത്തിൻ്റെ മധ്യേ നമ്മൾ ഓർക്കേണ്ടതാണ്, അതിലൂടെ തന്നെ ഒരു ആശ്വാസത്തിൻ്റെ മധ്യയും സന്തോഷത്തിൻ്റെ മധ്യയും നമ്മുടെ കാര്യങ്ങളെല്ലാം സ്ഥിരപ്പെട്ടു എന്ന് ചിന്തിക്കുമ്പോഴും നമ്മൾ ഓർക്കേണ്ടതാണ്, ഇതെല്ലാം താൽക്കാലികമാണ്. എന്നാലും ഒരു സമയത്ത് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി നടക്കും. അന്ന് ഇത് പെർമനൻ്റ് ആയിരിക്കും, അന്ന് ഇത് സ്ഥിരമായിട്ട് അങ്ങ് തന്നെ ആയിരിക്കും. നമുക്കൊരു ഉറപ്പുണ്ട്. സ്തോത്രം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കണ്ണുനീര്. സ്തോത്രം. മരണം, ഇനി മരണം കാണത്തില്ല എന്ന് പറഞ്ഞില്ലേ? ദുഃഖം, വേദന, ഇതൊന്നും ഇല്ലാത്ത ഒരവസ്ഥ. The former things have passed away. അത് നോക്കിയിട്ട് നമ്മൾ ചിന്തിക്കും, അത് അന്നത്തെ കാലമായിരുന്നു. സ്തോത്രം. അത് കഴിഞ്ഞു. അങ്ങനത്തെ ഒരവസ്ഥ ദൈവം നമുക്ക് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. നാലാമത്തെ ഇതിലോട്ട് പോകാം. നമ്മുടെ സ്ലൈഡ് പ്രൊജക്ടറില്ല. എന്നാലും നാലാമത്തെ, ന്യൂ ഇൻഹെറിറ്റൻസ്, ഒരു പുതിയ അവകാശം. 21-ാം അധ്യായം അതിൻ്റെ 6 തൊട്ട് 8 വരെയുള്ള വാക്യങ്ങൾ. പിന്നെയും അവൻ എന്നോട് അരുളി ചെയ്തത് സംഭവിച്ചു തീർന്നു. ഞാൻ ആൽഫയും ഒമേഗയും ആദിയും അന്തവുമാകുന്നു. ദാഹിക്കുന്നവന് ഞാൻ നീരുറവിൽ നിന്നും സൗജന്യമായി കൊടുക്കും. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയുമത്രേ എന്ന് അത് രണ്ടാമത്തെ മരണം. ഈ ബിംബാരാധനയെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ടല്ലോ. വെളിപ്പാട് പുസ്തകം ആർക്കെഴുതിയതാ? ദൈവമക്കൾക്കല്ലയോ? ഈ ദൈവവചനം ആർക്കാ നൽകിയിരിക്കുന്നത്? ദൈവമക്കൾക്കറിയോ? അപ്പം ആരുടെ ബിംബാരാധനയെ കുറിച്ച് പറഞ്ഞേക്കുന്ന അറിയാമോ? തെറ്റിദ്ധരിക്കല്ലേ? നമ്മൾ ഈ സമൂഹത്തിൽ കാണുന്ന ബിംബാരാധനയെ കുറിച്ചല്ല ഇത് പറയുന്നത്. ശ്രദ്ധിച്ചോണേ, സമൂഹത്തിൽ കാണുന്ന ബിംബാരാധനയെ കുറിച്ചല്ല ഇത് പറയുന്നത്. അവർ ബിംബങ്ങളെ ആരാധിക്കുന്നു, അത് അവർ ചെയ്യുന്നു, അവർ ചെയ്യട്ടെ. അതിനെക്കുറിച്ചല്ല ഇത്. ദൈവമക്കളുടെ
ബിംബാരാധനയെ കുറിച്ചാണ് പറയുന്നത്. പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കളുടെ കാലം തൊട്ട് അവർ ബിംബാരാധന ചെയ്തു. ദൈവം അവരോട് പറയുന്നു, നിങ്ങൾ പാടില്ല, കാരണം നിങ്ങൾ ആരാധിക്കുന്നത് യഹോവയായ ദൈവമാണ്. ദൈവം പറഞ്ഞു, എൻ്റെ ഒരു രൂപം നിങ്ങൾ ഉണ്ടാക്കണ്ട. മറ്റുള്ള മതങ്ങൾ അവരൊരു ദൈവത്തിൻ്റെ രൂപം ഉണ്ടാക്കുന്നോ അതവർ ചെയ്യട്ടെ, അതിനെക്കുറിച്ച് നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ ക്രിസ്ത്യാനികളുടെ ഇടയിൽ, ദൈവമക്കളുടെ ഇടയിൽ ബിംബാരാധന പാടില്ല. അവൻ പറയും, എൻ്റെ വീട്ടിൽ അങ്ങനെ ബിംബങ്ങളൊന്നും ഇല്ലല്ലോ. ദൈവത്തിനെക്കാട്ടിലും എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതൽ നമ്മൾ മൂല്യം കൊടുക്കുന്നുണ്ടോ അത് ബിംബാരാധനയാണ്. ശ്രദ്ധിച്ചോണേ, ദൈവത്തെക്കാട്ടിലും കൂടുതൽ അതെൻ്റെ കരിയറായിരിക്കാം, വീടായിരിക്കാം, കുടുംബമായിരിക്കാം, ഭർത്താവായിരിക്കാം, ഭാര്യയായിരിക്കാം, മക്കളായിരിക്കാം, നമുക്കുള്ള ഏത് കാര്യമാണേലും, നമ്മുടെ പോപ്പുലാരിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ ജീവിതമെല്ലാം സെറ്റായി എന്നുള്ള ചിന്തയായിരിക്കാം, ഏത് കാര്യമാണേലും ദൈവത്തെക്കാട്ടിലും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന എന്തെങ്കിലും ഉണ്ടോ ശരിയാകത്തില്ല. സ്തോത്രം. സ്വർഗരാജ്യത്ത് പ്രവേശനം ഇല്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. ഭയങ്കര സ്റ്റേറ്റ്മെൻറ്റാണ്. ഒന്നുകൂടെ ഓർപ്പിച്ചോട്ടെ, മറ്റ് മതങ്ങളെക്കുറിച്ചല്ല ഇത് പറയുന്നത്, ഇത് ദൈവമക്കളോട് പറയുക. ദൈവമക്കളുടെ ബിംബാരാധന മാറ്റിയേ പറ്റൂ. എനിക്ക് എൻ്റെ കർത്താവിൽ മാത്രമായിരിക്കണം എൻ്റെ ആശ്രയം, എൻ്റെ യേശുവിൽ മാത്രമായിരിക്കണം എൻ്റെ വിശ്വാസം. സ്തോത്രം. അപ്പം ചോദിക്കും, ഇവർ ചെയ്യുന്നു, അതിനെക്കുറിച്ചല്ല ഇത് പറഞ്ഞേക്കുന്നത്, ഇത് ദൈവമക്കളുടെ കാര്യമാണ്. സ്തോത്രം. അപ്പോൾ അടുത്ത പ്രാവശ്യം എൻ്റെ ഉള്ളിൽ ഭയം വരുമ്പോഴോ, അടുത്ത പ്രാവശ്യം വാടക കൊടുക്കാൻ പൈസ ഇല്ലാതാകുമ്പോഴോ, അടുത്ത പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്ക് അതിന് പൈസ ഇല്ലാതാകുമ്പോഴോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ജോലിക്ക് തടസ്സം, പഠിത്തത്തിന് തടസ്സം, ഏതെങ്കിലും ആയിക്കോട്ടെ, അത് ജീവിതത്തിൽ നമുക്കുള്ളതാണ്. ഭയം വരുന്നുണ്ടോ? ആ ഭയം നമുക്ക് പാടില്ല. എന്തുകൊണ്ടാണ്? ഇതിനെല്ലാത്തിനും അപ്പുറമായിട്ട് എനിക്ക് എൻ്റെ കർത്താവുണ്ട്. ചിലപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ചായിരിക്കും നമ്മൾ ഭാരപ്പെടും, നമ്മൾ പ്രയാസപ്പെടും, ദുഃഖിക്കും. ആ ദുഃഖത്തിൻ്റെ മധ്യേ നമുക്ക് ദൈവത്തിലുള്ള ഉറപ്പ് വേണം. എന്ത് സംഭവിച്ചാലും, എല്ലാം തകർന്നു എന്ന് ചിന്തിച്ചാലും എൻ്റെ ദൈവം കൂടുണ്ട്. കുഞ്ഞുങ്ങളുടെ കാര്യമാണോ, കൊച്ചുമക്കളുടെ കാര്യമാണല്ലോ, സാരമില്ല, ദൈവം അവരുടെ കൂടെ ഉണ്ട് എന്നൊരുറപ്പ് നമുക്ക്, ദൈവമക്കൾക്ക് അതൊരു മസ്റ്റ്. അതില്ല എങ്കിൽ മറ്റ് കാര്യങ്ങൾ ദൈവത്തെക്കാട്ടിലും നമ്മൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അപകടമാണ്. ആ വാക്ക് മാത്രം ഞാൻ അങ്ങനെ പറഞ്ഞേക്കാം. ഇവിടെ ഒരു വാക്ക് പറയുന്നുണ്ട്, ഇറ്റ് ഈസ് ഡൺ. മലയാളത്തിൽ സംഭവിച്ചു തീർന്നു. ഒരു പുതിയ അവകാശം, ന്യൂ ഇൻഹെറിറ്റൻസ് സംഭവിച്ചു കഴിഞ്ഞു. ആ ഒരു വാക്കിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാം? ദൈവം പറഞ്ഞതാണ്, അത് നടന്നു. അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഉറപ്പായി. ഇനി വേറെ ഒരു കാര്യം ചിന്തിക്കണ്ട. ഞാൻ പഠിച്ച കോളേജിൽ ഞങ്ങൾക്കൊരു ബാസ്കറ്റ്ബോൾ ടീം ഉണ്ടായിരുന്നു, ബേസ്ബോളും വേറെ പലതുണ്ടായിരുന്നു. ആ ബാസ്കറ്റ്ബോൾ ടീമിനകത്ത് ഒരു പ്ലെയർ, അദ്ദേഹത്തെ ഇടയ്ക്ക് ഇപ്പോഴും ഞാൻ ഫേസ്ബുക്കിൽ കാണാറുണ്ട്, എന്നെപ്പോലെ ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹം ആ ടീമിൽ, ബാസ്കറ്റ്ബോൾ ടീമിൽ ഏറ്റവും നീളം കുറഞ്ഞ ആളായിരുന്നു. അദ്ദേഹത്തിന് 6 അടി 1 ഇഞ്ചായിരുന്നു ഹൈറ്റ്. അദ്ദേഹത്തിൻ്റെ ഹൈറ്റ് 6 അടി 1 ഇഞ്ചായിരുന്നു. പുള്ളിയായിരുന്നു ആ ടീമിലെ ഏറ്റവും നീളം കുറഞ്ഞ ആൾ. എന്നാലും അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, അദ്ദേഹത്തിൻ്റെ അതിൽ ആ ബോൾ കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അത് സ്കോർ ചെയ്തിരിക്കും. എല്ലാവർക്കും ഉറപ്പായിരുന്നു. അതുകൊണ്ട് എല്ലാവരും അദ്ദേഹത്തെ വിളിക്കുന്ന പേര്, കൊടുത്തിരുന്നൊരു പ്രത്യേക പേര് മണി, പണം എന്ന് പറഞ്ഞാൽ മണി ഇൻ ദ ബാങ്ക്. ചെക്ക് എഴുതിയേക്കുമല്ല, ക്രെഡിറ്റ് കാർഡല്ല, ഒന്നുമല്ല, ക്യാഷ് മണി. അവർ ഉറപ്പായിരുന്നു. അപ്പോൾ പുള്ളിയുടെ പന്ത് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നവരെല്ലാവരും ഒരു മുദ്രാവാക്യം പോലെ ചാൻറ്റിങ് തുടങ്ങും, മണി 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 എന്ന് പറയാൻ തുടങ്ങും. അത് കാണിക്കുന്നത് എന്തുവാ? എല്ലാവരുടെ ഉള്ളിലും ഉറപ്പായിരുന്നു.
അദ്ദേഹത്തിൻ്റെ കയ്യിൽ എങ്ങനെയെങ്കിലും ആ പന്തൊന്ന് എത്തിക്കാമോ? പിന്നെ ബാക്കിയുള്ളവർ എന്ത് ചെയ്യുക? ഒപ്പോസിറ്റ് ടീമിനെ ഒന്ന് ബ്ലോക്ക് ചെയ്ത് നിർത്തുക. പുള്ളിക്ക് ഫ്രീ ആയിട്ടൊന്ന് ആ ബോളൊന്ന് എറിയാൻ അവസരം കൊടുക്കുവാന്നോ? ഉറപ്പാ. അത് സ്കോർ ചെയ്തിരിക്കും, ഉറപ്പാ. ദൈവം ഇവിടെ പറഞ്ഞൊരു വാക്ക് ശ്രദ്ധിച്ചോണേ, സംഭവിച്ചു തീർന്നു. ഇറ്റ് ഈസ് ഡൺ. ഇതെന്നെഴുതിയതാ? 2000 വർഷം മുമ്പ് എഴുതിയതാണ്. ഇനിയും നടക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച്, ഫ്യൂച്ചറിലുള്ള കാര്യത്തെക്കുറിച്ച് പറയുക. ഇറ്റ് ഈസ് ഡൺ. ഡൺ അല്ലാത്ത കാര്യത്തെക്കുറിച്ച്, നടന്നിട്ടില്ലാത്ത കാര്യത്തെക്കുറിച്ച്, നിവൃത്തിയാകാത്ത കാര്യത്തെക്കുറിച്ച് ദൈവം ഇവിടെ പറഞ്ഞ എന്തുവാ? നിവൃത്തിയായി, നടന്നു. എങ്ങനെ? അതെങ്ങനെയാണ് നടക്കുന്നത്? വെറുതെ പറയുവാന്നോ? അല്ല. ദൈവം ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡൺ. കാണുന്നില്ല, അനുഭവിക്കുന്നില്ല, ആയിട്ടില്ല, ബട്ട് ഇറ്റ് ഈസ് ഡൺ. അത്രയും ഉള്ള ഉറപ്പാണ്. ആ വ്യക്തിയെക്കുറിച്ച് മണി 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 എന്ന് പറഞ്ഞ് ധൈര്യത്തോട്, ഉറപ്പോട് ഒരു കൂട്ടം ജനങ്ങൾ ഒരുമിച്ച് ആർക്കുന്നുണ്ട്. അതിൻ്റെ കാരണം അവർക്ക് ആ വ്യക്തിയെക്കുറിച്ച് ഒരു ഉറപ്പുണ്ട്. നമ്മൾ ദൈവമക്കളെ, നമുക്ക് ദൈവത്തിലുള്ള ഒരു ഉറപ്പ് വേണം. ഇത് നടന്നിരിക്കുന്നു, സംഭവിച്ചിരിക്കുന്നു. എൻ്റെ പ്രശ്നങ്ങളും എൻ്റെ ബുദ്ധിമുട്ടും എൻ്റെ വേദനയും എല്ലാം താൽക്കാലികം തന്നെ, ഇതിനെല്ലാത്തിനും ഒരു അന്ത്യമുണ്ട് എന്നുള്ള ഉറപ്പ്. സ്തോത്രം. അത് കർത്താവ് മാതരം നമുക്കതുണ്ട്. ഇതിനകത്തൊരു കാര്യം ഒന്നുകൂടെ വായിക്കാമോ? 6-ാം വാക്യം. പിന്നെയും അവൻ എന്നോട് അരുളി ചെയ്തത് സംഭവിച്ചു തീർന്നു. ഞാൻ ആൽഫയും ഒമേഗയും ആദിയും അന്തവുമാകുന്നു. ദാഹിക്കുന്നവന് ഞാൻ ജീവനീരുറവിൽ നിന്നും സൗജന്യമായി കൊടുക്കും. ജീവന്റെ നീരുറവിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. ഉറവയിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. സൗജന്യമായി കൊടുക്കും. നമുക്ക് ദൈവം എന്തെങ്കിലും തന്നിട്ടുണ്ടോ? നമ്മളെല്ലാവരും ജോലി ചെയ്ത് ശമ്പളം മേടിക്കുന്നവരല്ലേ? നമ്മൾ പറയാം അതെൻ്റെ ശമ്പളമാണ്, എൻ്റെ അവകാശമാണ്. ഒരു വ്യക്തി ജോലി ഇത്ര വർഷം ചെയ്തു, അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ഗ്രാറ്റുവിറ്റിയെക്കുറിച്ച് പറഞ്ഞ എന്തുവാ? അതും പറയും അത് അവരുടെ അവകാശമാണെന്ന് പറയും. പെൻഷനാണോ? അതും പറയാം അവകാശമാണ്. ഓരോന്നും അവകാശമെന്ന് പറയും. ഈ വായിച്ചത് ഞാൻ സൗജന്യമായി കൊടുക്കും, സൗജന്യമായി കൊടുക്കും. ഫ്രീലി ഐ വിൽ ഗിവ്. ദിസ് ഇസ് ഗ്രേസ്. ഇത് ദൈവം നമ്മളോട് കരുണ കാണിക്കുന്ന. ഞാൻ സ്വർഗത്തിൽ പോകുന്നത്, ഞാൻ ഈ പുതിയ യെരുശലേം, ഒരു പുതിയ അനുഭവം, പുതിയ ജീവിതം, എന്നേക്കും ദൈവമായിട്ടുള്ളൊരു വാസം, ആ ബന്ധം, ഇതെല്ലാം അനുഭവിക്കുന്ന ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? സൗജന്യമായി ലഭിച്ചിരിക്കുന്നു. സ്തോത്രം. യോഗ്യതയുള്ള വ്യക്തിയല്ല കേട്ടോ, ഒട്ടും യോഗ്യതയുള്ള വ്യക്തിയല്ല, സൗജന്യമായി ലഭിച്ചിരിക്കുന്നു. ഈ ഭൂമിയിലുള്ള പല കാര്യങ്ങളും ഇതൊന്നും സൗജന്യമല്ല. ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളമാണ്. ഞാൻ എപ്പോഴും ഓർപ്പിക്കുന്ന പാപത്തിൻ്റെ ശമ്പളം മരണമെന്ന് പറയില്ലേ? പാപം ചെയ്ത് കഷ്ടപ്പെട്ട് അതും നമ്മൾ ശമ്പളം മേടിക്കുക. ഈ ജീവിതം വീണ്ടും നമ്മൾ ശമ്പളം മേടിക്കുന്ന പരിചയമായിപ്പോയി. എന്നാലും ദൈവം തരുന്നത് സൗജന്യമായിട്ട്. സ്തോത്രം. നമ്മളെല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഞാൻ ഒരു ദൈവപാതിലായിട്ട് ജീവിക്കുന്നത്, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നത്, കരുണ കാണിക്കുന്നത്, മറ്റുള്ളവരെ സഹായിക്കുന്നത്, മറ്റുള്ളവരെ സ്നേഹിക്കുന്നത്, ഇതെല്ലാം ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. എന്നാൽ ഇതൊന്നും എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകത്തില്ല. ഇതൊന്നും എനിക്ക് ദൈവരാജ്യത്തിന് അവകാശിയാക്കത്തില്ല.
ഞാൻ ദൈവരാജ്യത്തിൻ്റെ അവകാശിയായിരിക്കുന്ന ഒരു കാരണം മാത്രമാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ചെയ്ത ആ ഒരു യാഗം മുഖാന്തരം മാത്രമാണ് ഞാൻ ദൈവരാജ്യത്തിൻ്റെ അവകാശിയായിരിക്കുന്നത്. സ്തോത്രം. അത് നമ്മൾ മറക്കരുത്. അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കും, കണ്ടോ, ഞാൻ ഈ പുള്ളിയുടെ അത്രയും ഞാൻ മോശക്കാരനല്ല, അവരുടെ അത്രയും ഞാൻ എങ്ങനെയല്ല, അവർ ചെയ്യുന്ന പോലെ ഞാൻ ചെയ്യത്തില്ല, അങ്ങനൊന്നുമല്ല ഞാൻ. മറ്റുള്ളവരെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യാൻ തുടങ്ങും. അതെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് ഒരു യോഗ്യതയും ഇല്ലാത്ത ഞാൻ എൻ്റെ യേശുവിൻ്റെ സ്നേഹം മുഖാന്തരം, യേശു ക്രിസ്തു ആ ക്രൂശ് ചെയ്ത യാഗം മുഖാന്തരം, യേശുവിൻ്റെ രക്തം എനിക്ക് വേണ്ടി ചിന്തി, യേശുവിൻ്റെ ശരീരം എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടു, ഇത് മുഖാന്തരം ഞാനും, സ്തോത്രം, ഇത് മുഖാന്തരം ഞാനും, നാലുകാരനുള്ളവർ കണ്ടല്ലോ, ഞാനും ആ ഒരു ഡ്വെല്ലിംഗ് പ്ലേസ്, ആ ഒരു പുതിയ എന്നേക്കുമുള്ള വാസസ്ഥലത്ത് ഞാനും എനിക്കും വസിക്കാൻ ഒക്കും. ഒരു പെർമനൻ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, ഒരു സ്ഥിരമായിട്ടുള്ളൊരു ബന്ധം ദൈവമായിട്ട്. പലപ്പോഴും ഈ ഭൂമിയിൽ നമ്മളും ദൈവമായിട്ടുള്ള ബന്ധത്തിന് എത്ര പ്രാവശ്യം പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഓർക്കുന്നുണ്ടോ? സ്തോത്രം. ആ കുഞ്ഞിനെ ഒന്ന് മാറ്റണേ. ആ സ്വിച്ച് ഓഫാക്കിയാൽ നമ്മുടെ സ്പീക്കർ ഇവിടെ പോയി. ആ സ്വിച്ച് നീ ക്യാൻസൽ ചെയ്യണം. ആക്ച്വലി നേരെ ഡയറക്റ്റ് കൊടുക്കണം. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, കുഞ്ഞുങ്ങൾക്കത് അറിയത്തില്ലല്ലോ. അപ്പോൾ അത് ഉറപ്പ് ദൈവം തരുന്ന ചില കാര്യങ്ങളുണ്ട്. ആ ഉറപ്പ് എങ്ങനെയാണ്? ഞാൻ ഏതാണ്ട് ചെയ്തുകൊണ്ടല്ല, എൻ്റെ പ്രവൃത്തി മുഖാന്തരമാണെങ്കിലുണ്ടല്ലോ ഒരിക്കലും ഞാൻ അവിടെ എത്തിച്ചേരത്തില്ല. സ്തോത്രം. അത് സൗജന്യമായിട്ട് തരുന്നതാണ്. ഒരു പുതിയ ജീവിതത്തിൻ്റെ ന്യൂ ലൈഫ് സെറ്റിംഗ് എന്ന് പറഞ്ഞു. അത് ദൈവത്തിൻ്റെ ഒരു പ്രോമിസാണ്. സ്തോത്രം. ദുഃഖമില്ലാതെ, വേദനയില്ലാതെ, കണ്ണുനീരില്ലാതെ ദൈവത്തിൻ്റെ ഒരു പ്രോമിസാണ്. അങ്ങനത്തെ ഒരു സമയം വരും. ഇവിടെ നമുക്കതെല്ലാം താൽക്കാലികമായിട്ട്. സ്വസ്ഥതയുണ്ടോ, സമാധാനമുണ്ടോ, നല്ല കാര്യം, എല്ലാം താൽക്കാലികമാണ്. ഇനി അടുത്ത പ്രശ്നം വരുന്നത് നമുക്കറിയാം. ഇതെല്ലാം താൽക്കാലികമാണ്. അന്ന് ദൈവം പ്രോമിസ് ചെയ്തേക്കുന്ന അത് താൽക്കാലികമല്ല, അത് ഇറ്റേണലായിട്ട്. എന്നാലും അതും നമുക്ക് എങ്ങനെ കിട്ടി? കൃപയാൽ മാത്രം ലഭിച്ചതാണ്. സ്തോത്രം. ഒരു പുതിയ ഇൻഹെറിറ്റൻസ് കിട്ടുന്നു അല്ലേ? അതൊരു അവകാശമാണ്. അതും എങ്ങനെ കിട്ടുന്നു? കൃപയാൽ കിട്ടിയ ഇൻഹെറിറ്റൻസ് മാത്രമാണ്. സ്തോത്രം. ഏത് സമയത്താണെങ്കിലും നമ്മൾ ദൈവസ്ഥാനത്ത് ചെല്ലുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്, കർത്താവേ, ഞാൻ അനുഭവിക്കുന്ന ഈ ഒരു സന്തോഷം, ഈ ഒരു സമാധാനം, പ്രശ്നത്തിന് മധ്യയുള്ള സമാധാനം, ദുഃഖത്തിന് മധ്യയുള്ളൊരു സ്വസ്ഥത, സ്തോത്രം, രോഗത്തിന് മധ്യേ ഉള്ള ഒരു സൗഖ്യമാണെങ്കിലും ഇതെല്ലാം ഞാൻ അനുഭവിക്കുന്നത് കൃപയാൽ മാത്രമാണ് നമ്മൾ ഓർപ്പിക്കണം. അത് മാത്രമല്ല, താൽക്കാലികമാണെന്ന് ഓർക്കുകയും ചെയ്യണം. ഇനിയും സ്ഥിരമായിട്ട് നമ്മൾ ലഭിക്കാൻ പോകുന്നു എന്നും നമ്മൾ ഓർക്കേണ്ട അത്യാവശ്യമാണ്. സ്തോത്രം. 4 കാര്യങ്ങൾ പറഞ്ഞില്ലേ? പെട്ടെന്ന് റിവ്യൂ ചെയ്യാം. 1, നമ്പർ 1, എ ന്യൂ ഡ്വെല്ലിംഗ് പ്ലേസ്. ഏറ്റവും അവസാനത്തെ സ്ലൈഡിലോട്ട് പോകാം. ഏറ്റവും അവസാനത്തെ സ്ലൈഡിലോട്ട് പോയിക്കോ. എ ന്യൂ ഡ്വെല്ലിംഗ് പ്ലേസ്, ഒരു പുതിയ വാസസ്ഥലം. ആ പഴയതിനെ പുതുക്കിയെടുക്കുന്നു. എന്തുകൊണ്ടാണ്? ഈ ഭൂമി, തകർന്നിരിക്കുന്ന ഭൂമി, സ്തോത്രം, ഡിക്കേ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമി, എത്ര നമ്മളെപ്പോഴും വായിക്കുന്ന അല്ലേ? ഭൂമിയിലുള്ള ഓയിലിൻ്റെ റിസർവ് കുറഞ്ഞുകൊണ്ടിരിക്കുക, സൂര്യൻ്റെ എനർജി പോലും കുറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. ഇങ്ങനെ ഓരോരോ കാര്യം നമ്മൾ വായിക്കുന്നു. എല്ലാം ഡിക്കേ നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഒരു പ്രോമിസാണ് എ ന്യൂ ഡ്വെല്ലിംഗ് പ്ലേസ്, ഓൾഡ് ടു ന്യൂ. രണ്ടാമത്, എ ന്യൂ പെർമനൻറ്റ് റിലേഷൻഷിപ്പ്, ഒരു സ്ഥിരമായിട്ട് ഉള്ള ഒരു ബന്ധം നമുക്ക് ദൈവം തന്നിരിക്കുന്നു. എന്നാൽ ഇപ്പോഴ് പരിശുദ്ധാത്മാവിനെ നമ്മൾക്ക് തന്നിരിക്കുന്നു. സ്തോത്രം. ആ പരിശുദ്ധാത്മാവ് നമ്മളെ വിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കാൻ പോകത്തില്ല കേട്ടോ. ആ പരിശുദ്ധാത്മാവ് നമ്മളെ വിട്ടിട്ട്, എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾ മമ്മി വയ്യാതെ ഞങ്ങൾ പത്തനാപുരത്ത് താമസിച്ചുകൊണ്ട സമയത്ത് എമർജൻസിയാണ്, ആംബുലൻസ് വിളിച്ചു, ഡ്രൈവർ ചായ കുടിക്കാൻ പോയിക്കുക. ഇപ്പം കുറേ വർഷം മുമ്പേ ഉള്ള കാര്യമാണ്, 10-20 വർഷം മുമ്പേ ഉള്ള കാര്യമാണ്. അതെ, ഡ്രൈവർ ചായ കുടിക്കാൻ പോയിക്കുക, ആംബുലൻസ് വിളിച്ചതാ. അന്ന് ചിരിച്ചില്ല ഞാൻ, അന്ന് വേറൊരവസ്ഥയായിരുന്നു. എന്നാലും ഇന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ചിരിക്കാം.
പരിശുദ്ധാത്മാവ് ചായ കുടിക്കാൻ പോകുന്നില്ല, വേറെ എങ്ങും പോകുന്നില്ല. പരിശുദ്ധാത്മാവ് 24 മണിക്കൂറും എൻ്റെ ഏതവസ്ഥയിലാണേലും, സ്തോത്രം, ഞാൻ വലിയ ആത്മീയനായിട്ട് എനിക്ക് തോന്നിയില്ലേ പോലും പരിശുദ്ധാത്മാവ് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടെന്നുള്ളൊരു ഉറപ്പ്, ഒരു മസ്റ്റായിട്ട് ഒരു ദൈവപാലനം വേണം. സ്തോത്രം. മൂന്നാമത്, എ ന്യൂ ലൈഫ് സെറ്റിംഗ്, ഒരു പുതിയ ജീവിതത്തിൻ്റെ ഒരവസ്ഥ. നോ സോറോ, നോ പെയിൻ, നോ ആഗണി, നോ ടിയേഴ്സ്. ദുഃഖമില്ല, വേദനയില്ല, കണ്ണുനീരില്ല. അത് താൽക്കാലികമല്ല, പെർമനൻ്റായിട്ട്. അതാ ദൈവത്തിൻ്റെ പ്രോമിസ്. നാലാമത്, ന്യൂ ഇൻഹെറിറ്റൻസ്, ഒരു പുതിയ അവകാശം. അതാരും കൊണ്ടുപോകാനൊക്കത്തില്ല, അതാരും തട്ടിക്കൊണ്ടു പോകാനൊക്കത്തില്ല. ഒരിക്കലും നഷ്ടപ്പെടാത്തത്. ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് വായിക്കുമായിരുന്നു, ഭൂമിയിലെ ഏറ്റവും വലിയ ധനികരായിട്ടുള്ളവർ അവരുടെ ധനം ഒരു രാജ്യത്തിൽ മാത്രം ലിമിറ്റ് ചെയ്യത്തില്ല, പല രാജ്യങ്ങളിലായിട്ട് അവർ സ്പ്രെഡ് ചെയ്യും. കാരണം അവർ പറഞ്ഞ് ഒരു രാഷ്ട്രത്തെയും ഒരു രാജ്യത്തെയും അവർക്ക് വിശ്വസിക്കാൻ ഒക്കുന്നില്ല. അതുകൊണ്ട് അവരുടെ ധനം പല രാജ്യങ്ങളിലോട്ട് അവർ സ്പ്രെഡ് ചെയ്യുമെന്ന് കേട്ടു. ഓക്കെ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ? ധനത്തിൽ മാത്രമുള്ള ആശ്രയമാണെങ്കിൽ അത് നല്ല കാര്യമാണ്. എന്നാലും നമ്മുടെ ആശ്രയം അതൊന്നും ചെയ്യേണ്ടെന്നും അല്ല പറയുന്നത്. നിങ്ങൾ ഫൈനാൻഷ്യലി എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ചെയ്തോ, എന്നാലും അതല്ല നമ്മുടെ ആശ്രയം. നമുക്ക് ആശ്രയം കർത്താവാണ്. അതൊരു പ്രോമിസാണ്. അത് ഈ രാജ്യമോ വേറൊരു രാജ്യമോ മറ്റൊരു രാജ്യമോ ഇതിനൊന്നും റിലേറ്റഡ് അല്ല. ഇതൊന്നിനെയും റിലേറ്റഡ് അല്ലാത്ത ഒരു അവകാശം നമുക്കുണ്ട്. ആ അവകാശത്തിൻ്റെ ബേസിസ് എന്തുവാ? ദൈവം പറഞ്ഞു, നടന്നിരിക്കുന്നു, സംഭവിച്ചിരിക്കുന്നു. അതാണ് എൻ്റെ ഉറപ്പ്, അതാണ് എൻ്റെ ധൈര്യം. സ്തോത്രം. ആ എൻ്റെ ഉറപ്പ് എന്നിലുമല്ല, മറ്റുള്ളവരുമല്ല, രാഷ്ട്രത്തിലുമല്ല, ഇതൊന്നിലുമല്ല. എൻ്റെ ഉറപ്പ് കർത്താവിൽ മാത്രമാണ്. സ്തോത്രം. വാഗ്ദത്തം ചെയ്ത കർത്താവ്, ആ കർത്താവിൻ്റെ കൂടെ ഞാൻ എന്നേക്കും ആയിരിക്കും എന്നുള്ളൊരു മനോഹരമായിട്ടുള്ളൊരു സ്തോത്രം വാഗ്ദത്തം ദൈവം നമുക്ക് തന്നിരിക്കുന്നു. സ്തോത്രം. റെഡിയാണോ? നമുക്ക് ഒരുമിച്ച് എഴുന്നേറ്റ് നിന്നിട്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയമെടുക്കാം. സ്തോത്രം. എന്ത് അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടം ജനമാണ് നമ്മൾ ചിന്തിച്ച് നോക്കി. ദൈവമക്കൾ എന്ത് അനുഗ്രഹിക്കപ്പെട്ടവരാണ്. സ്തോത്രം. ഇവിടുത്തെ നമ്മുടെ അവസ്ഥയ്ക്ക് ഇങ്ങനെ അങ്ങനെ ഒക്കെ ആയിത്തീരും, നമുക്കറിയാം. അതെല്ലാവർക്കും അങ്ങനെയാണ്. എന്നാലും അതിനപ്പുറം നമുക്കൊരു പ്രോമിസ് ദൈവം തന്നിരിക്കുവാണ്. സ്തോത്രം. ഒരു വാഗ്ദത്തം ദൈവം തന്നിരിക്കുവാണ്. മറ്റുള്ളവർ പറയുന്ന വാഗ്ദത്തം പോലല്ല ഈ വാഗ്ദത്തം.